ആർ കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. കിരൺ, ഏറ്റവും ഒടുവിൽ സർവകക്ഷി യോഗം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഒറ്റക്കെട്ടായി ഭീകരവാദത്തിനെതിരെ പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ പോലും എങ്ങനെ ഈ ആക്രമണം ഉണ്ടായി, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ചും ചില സംസാരങ്ങൾ യോഗത്തിൽ ഉണ്ടായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? രേണുക, സർവകക്ഷിയോഗത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനം ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളത് തന്നെയാണ്. എല്ലാ പാർട്ടികളും യോജിച്ച പ്രമേയം തന്നെയാണ് സർവകക്ഷിയോഗം പാസാക്കിയത്. പ്രധാനപ്പെട്ട നേതാക്കൾ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പ്രധാന നേതാക്കളും എല്ലാം ഇരുഭാഗത്തു നിന്നും പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ യോജിച്ചു നിൽക്കുമ്പോൾ തന്നെയും ചില ആശങ്കകൾ പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ഉന്നയിച്ചു. അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ സേനാബലം ഈ സ്ഥലത്ത് കുറവായിരുന്നു, ഇത്തരം ചില ആശങ്കകൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം വിഷയങ്ങൾ തന്നെ നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരം വിഷയങ്ങളൊക്കെ ഉന്നയിക്കും. പക്ഷേ ഉന്നയിക്കുമ്പോൾ തന്നെ രാജ്യം ഒറ്റക്കെട്ടായി രാജ്യത്തിന്റെ തീരുമാനത്തിനൊപ്പം യോജിച്ചു നിൽക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. അത്തരം ഒരു സന്ദേശമാണ് പുറത്തേക്ക് നൽകുന്നത്. സ്വാഭാവികമായും ഇത്തരം ഒരു ചർച്ച വരുമ്പോൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി നാളെ ഈ പഹൽഗാമിലെത്തി അവിടുത്തെ ആശുപത്രിയിൽ ആശുപത്രിയിൽ കഴിയുന്നവരെ നാളെ സന്ദർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീനഗറിലും ഇന്ന് ഒരു സർവകക്ഷി യോഗം നടന്നിരുന്നു. അവിടെയും തീരുമാനങ്ങൾ ഐകണ്ഠേനയുള്ള തീരുമാനങ്ങൾ, എല്ലാവരും യോജിച്ച തീരുമാനങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യ നടത്തിയ ഒരു നയതന്ത്ര നീക്കം, ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്കുള്ള ഒരു നയതന്ത്ര നീക്കമായിരുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം. ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് മറിച്ചൊരു തീരുമാനം കൂടി വന്നിരിക്കുന്നു. അവർ ഷിംല കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്നുള്ള ഒരു വ്യവസ്ഥയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. താരതമ്യേന കേൾക്കുമ്പോൾ അങ്ങനെ പ്രയാസം തോന്നുന്ന ഒന്നല്ല. അല്ലെങ്കിൽ പിന്മാറിയതുകൊണ്ട് എന്താണ് ഷിംല കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ, ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കമുണ്ടായാൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ സമാധാനപരമായി പരിഹരിക്കണമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ അല്ലാതെ അതിനുശേഷവും പലതവണ ഈ കരാർ ലംഘിച്ചുകൊണ്ട് യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്കും സംഘർഷത്തിലേക്കും ഒക്കെ പലതവണ നീങ്ങിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നിയന്ത്രണ രേഖ അംഗീകരിക്കുന്നത് ഈ ഷിംല കരാറാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഷിംല കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് നൽകുന്ന സൂചന, നിയന്ത്രണ രേഖ, ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള നിയന്ത്രണ രേഖ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊരു വ്യവസ്ഥ കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നതുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ യുദ്ധം അതിന് ഒരു സന്നദ്ധതയാണോ എന്ന തരത്തിൽ കൂടി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു സന്ദേശം കൂടി നൽകുക എന്നുള്ള, കരാർ വ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് നിയന്ത്രണ രേഖയിലാണ് പാകിസ്ഥാൻ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ള വിലയിരുത്തൽ കൂടി അന്താരാഷ്ട്ര തലത്തിലും പ്രതിരോധ വിദഗ്ധരുടെ തലത്തിലുമൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സ്വാഭാവികമായും ഈ കിരൺ, അതൊരു പ്രകോപനമായി നമ്മൾ കാണണമോ? പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉള്ള ഒരു പ്രകോപനമായി അതിനെ നമ്മൾ കാണണമോ? മാത്രവുമല്ല, അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാന്റെ ഈ നീക്കത്തെ എങ്ങനെയാകും വിലയിരുത്തുക? അത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് കൂടുതൽ ഗുണകരമാവുകയാണോ ചെയ്യുക? രേണുക, ഇത് രണ്ട് തരത്തിലാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒന്ന്, ഇന്ത്യ നടത്തുന്ന ഒരു നീക്കം എന്ന് പറയുന്നത് സൈനികമായി ഇന്ത്യ നടത്തിയ ഒന്നാമത്തെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിഷയം, ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ തൊട്ട് പിന്നാലെ തന്നെ പല ഭാഗങ്ങളിലും ഭീകരാക്രമണം നടത്തുക എന്നുള്ള, അല്ലെങ്കിൽ പല സ്ഫോടനങ്ങൾ ഒരുമിച്ച് നടത്തുക എന്നുള്ളതൊക്കെ ഈ ലഷ്കർ എ തൊയ്ബ അടക്കമുള്ള സംഘടനകളുടെ ഒരു പൊതുരീതിയാണ്. അത് തടയാൻ വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു ഏറ്റവും പ്രധാനം. അതെന്തായാലും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു തുടർ സ്ഫോടനം എവിടെയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ 4 ഭീകരരെ കൊല്ലാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റുമുട്ടലിൽ ഒരു ജവാന്റെ ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. അതിർത്തിയുടെ പല ഭാഗങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. രണ്ടാമത്, ഈ ഭീകരർ, ഈ കൂട്ടക്കൊല നടത്തിയ ഭീകരർ അവിടെ നിന്ന് രക്ഷപ്പെടാതെ അവരെ പിടികൂടാനുള്ള ശ്രമം നടത്തുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാന് തിരിച്ചടി നൽകും എന്ന് പറയുന്നു. അത് ഏത് തരത്തിലാവും പാകിസ്ഥാന് തിരിച്ചടി നൽകുക എന്നത് വ്യക്തമല്ല. എന്തായാലും അത്തരം ഒരു തിരിച്ചടി ഉണ്ടാവുമെന്നുള്ള സൂചന തന്നെയാണ് ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തു നിന്നാലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നാലും അതിശക്തമായി തന്നെ വന്നത് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ്. ആ വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു. ഇന്നലെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് ദൃഢമായ മറുപടി ഉണ്ടാവും, ആ വാർത്ത ഉടൻ പ്രതീക്ഷിക്കാമെന്നാണ്. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഒരാളെയും തെരഞ്ഞുപിടിച്ച് തന്നെ തിരിച്ചടിക്കും എന്നുള്ള മട്ടിൽ തന്നെയാണ്. സ്വാഭാവികമായും ഇതിന് ഒരു പ്രതിരോധം എന്ന നിലയ്ക്കൂടെയാണ് പാകിസ്ഥാൻ പെട്ടെന്ന് തന്നെ സുരക്ഷാ കമ്മിറ്റി യോഗം വിളിച്ച് അവർ ഇത്തരം ഒരു തീരുമാനം പ്രഖ്യാപിച്ചത്. അവർ ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ അത് പ്രകോപനമാണോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് പ്രകോപനമാണ്. പാകിസ്ഥാനും മറിച്ച് ചില വാദങ്ങളൊക്കെ അവർ അന്താരാഷ്ട്ര തലത്തിൽ, ഇന്ത്യ പ്രധാനമായും അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ടെല്ലാം ബ്രീഫ് ചെയ്യുകയും ഡൽഹിയിൽ അവിടുത്തെ എംബസികളിലെല്ലാം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ, എംബസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഇന്ത്യയുടെ എങ്ങനെയാണ് പാകിസ്ഥാൻ ഈ ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് പാകിസ്ഥാൻ മണ്ണിൽ ഇടം നൽകുന്നത്, അത്തരം ഇന്ത്യയുടെ ഭാഗത്തുള്ള തെളിവുകളും വാദങ്ങളും ഒക്കെ നിരത്തിയിട്ടുണ്ട്. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ടെല്ലാം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിരന്തരം കമ്മ്യൂണിക്കേഷനുകൾ നടത്തി വരികയാണ്. മറിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യ ഇങ്ങനെ നദീജല കരാറിൽ നിന്ന് ഇത്രയേറെ യുദ്ധം ഉണ്ടായിട്ട് പോലും ഇന്ത്യ പിന്മാറാത്തതാണ്. നദീജല കരാർ 71-ൽ ബംഗ്ലാദേശിന്റെ
പിറവിക്ക് കാരണമായ യുദ്ധത്തിന്റെ 71 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പോലും നദീജല കരാറിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. ഇപ്പോൾ നദീജല കരാറിൽ നിന്ന് പിൻവാങ്ങുന്നത് ഒരു ജലയുദ്ധത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു വാദം പാകിസ്ഥാനും പ്രധാന രാജ്യങ്ങളെല്ലാം ആ തരത്തിലേക്ക് അവരും ഒരു പ്രതിരോധം, ഇന്ത്യയുടെ നീക്കത്തിന് ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട്. അതിന് മറുപടിയാണെന്ന നിലയിലാണ് അവരിപ്പോൾ ഷിംല കരാറിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുന്നു എന്ന വാദത്തെ പ്രധാനമായും അവതരിപ്പിക്കുന്നത്. തീർച്ചയായും കിരൺ, അതിനോടൊപ്പം തന്നെ ഒരു BSF ജവാൻ ഇന്ന് നിർഭാഗ്യവശാൽ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാകുന്ന സാഹചര്യമുണ്ടായി. അതിർത്തി മറികടന്നതിനാണ് പാകിസ്ഥാൻ ജവാനെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ ആ ജവാനെ വിട്ടു നൽകുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇരു സൈന്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ ഭാവി എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോചനം എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാകുമോ? രേണുക, ഇത് സ്വാഭാവികമായി മറ്റേതെങ്കിലും ഒരു ഘട്ടത്തിലാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ ഇത് വളരെ വേഗത്തിൽ തന്നെ അയാളെ വിട്ടു നൽകുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ സേനാംഗങ്ങൾ പലപ്പോഴും ഇന്ത്യ പാക് ഈ നിയന്ത്രണ രേഖയൊക്കെ മറികടന്ന് അപ്പുറത്തൊക്കെ പോകാറുണ്ട്. പാകിസ്ഥാന്റെ സേനയുടെ ഭാഗത്തു നിന്നുമൊക്കെ അങ്ങനെ നിയന്ത്രണം അറിയാതെയൊക്കെ അബദ്ധത്തിലും എല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിൽ അവരെ വിട്ടു നൽകുന്നതിന് മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിപ്പോൾ സാഹചര്യം അങ്ങനെയല്ല. ഇതിപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും പാകിസ്ഥാൻ ഇത് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കും. ഒരു ഇന്ത്യ യൂണിഫോമിലുള്ള ഒരു ഇന്ത്യൻ BSFലെ ജവാനാണ്. അദ്ദേഹത്തിന് സർവീസ് റിവോൾവർ അടക്കം കയ്യിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് റൈഫിൾ അടക്കം കയ്യിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹത്തെ പിടികൂടുന്നത്. ഇത് രണ്ടുപേരും തമ്മിൽ ഫ്ലാഗ് മീറ്റിംഗിന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. അനൗദ്യോഗികമായ അത്തരം ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും സൈന്യത്തിന്റെ ഭാഗത്ത് ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്നോ പാകിസ്ഥാൻ സേനയുടെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഥിരീകരണമോ വിശദീകരണമോ ഒന്നും വന്നിട്ടില്ല. സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒന്ന് ഇതുവരെ ലഭിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടി അങ്ങനെ മുൻകാലങ്ങളിലെ പോലെ വളരെ വേഗത്തിൽ BSF ജവാനെ വിട്ടു നൽകാൻ പാകിസ്ഥാൻ തയ്യാറായേക്കില്ല. അവർ സ്വാഭാവികമായും പല തരത്തിലുള്ള അന്വേഷണങ്ങളും സംശയങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് യുദ്ധസമയമായതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നടന്നതുപോലെ ഒരു ചെറിയ അബദ്ധമാണ്, ഈ അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, അതുകൊണ്ട് വിട്ടു നൽകാം എന്നുള്ള നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ജവാന്റെ ജീവന് ഭീഷണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവമോ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത എന്തായാലും നിലവിൽ ഇന്ത്യൻ സേനയോ BSF ഒന്നും കാണുന്നില്ല. അത്തരം ഒരു നീക്കത്തിലേക്കൊന്നും പാകിസ്ഥാൻ തൽക്കാലം ഇന്ത്യയെ അങ്ങനെ പ്രകോപിപ്പിക്കുന്ന നീക്കത്തിലേക്ക് പോകാൻ എന്തായാലും സാധ്യത കുറവാണ്. ഇപ്പോൾ നയതന്ത്ര തലത്തിലാണ് പോരാട്ടം നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാന് ഒരു കനത്ത തിരിച്ചടി നൽകുന്ന ഒരു നീക്കം സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നു. അപ്പോൾ അതിന് തിരിച്ച് അവർ ഒരു വിവരം ചെയ്യുന്നത് ഈ ഷിംല കരാർ മരവിപ്പിക്കുക എന്നുള്ളതാണ്. ഷിംല കരാർ മരവിപ്പിക്കുന്നുള്ള പാകിസ്ഥാൻ അർത്ഥമാക്കുന്നത് ഞങ്ങൾ നിയന്ത്രണ രേഖ ഇനി അംഗീകരിക്കുന്നില്ല എന്നൊരു വ്യാഖ്യാനം കൂടി ഇതിൽ ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും കൂടുതൽ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും തിരിച്ചടികൾ നയതന്ത്ര തലത്തിൽ മാത്രം ഒതുങ്ങില്ല എന്ന സൂചനയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നൽകിയത്. നയതന്ത്ര തലത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഇന്ത്യ നടപ്പാക്കിയും തുടങ്ങിയിരിക്കുന്നു. പകരം ചില നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വരികയാണ്. എന്തായാലും സർവകക്ഷി യോഗം ഭീകരവാദത്തിനെതിരെ യോജിച്ച് പോരാടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.